ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തന്നെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും തന്നെ ഫ്രീ ആയിട്ട് ക്യാഷ് ബാക്ക് ബാങ്ക് അക്കൗണ്ടിലോട്ട് റെഡീം ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് KYC ഒന്നുമില്ല, ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ KYC ഒന്നുമില്ല, ജസ്റ്റ് ഫോൺ നമ്പർ കൊടുക്കുക, ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഓരോ പേയ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നതായിരിക്കും. ക്യാഷ് ബാക്ക് കിട്ടുന്ന എമൗണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. നമുക്ക് ഇതിൻ്റെ ലൈവ് പ്രൂഫും കാര്യങ്ങളൊക്കെ ഈ വീഡിയോൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമ്മളിതിൻ്റെ സെയിം ആപ്ലിക്കേഷൻ ലാസ്റ്റ് വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സെയിം ആപ്ലിക്കേഷൻ്റെ മെത്തേഡ്സ് തന്നെയാണ് ഇതിൻ്റെ അകത്തും വരുന്നത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് ക്യാഷ് ബാക്ക് കിട്ടും. ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ആ ഒരു വീഡിയോൻ്റെ അകത്ത് പരിചയപ്പെടുത്തിയിട്ടുള്ള ആപ്ലിക്കേഷനിൽ സൈൻ ഇൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് 5 രൂപ ഫ്രീ ആയിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. തീർച്ചയായിട്ടും അതിൻ്റെ ലിങ്ക് കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്ലേ സ്റ്റോറിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് മസ്റ്റ് ആയിട്ട് ഒരു ഫോൺ നമ്പറും ആ ഒരു ഫോൺ നമ്പറിൽ ബാങ്ക് അക്കൗണ്ടും വേണം. ആ ഒരു ബാങ്ക് അക്കൗണ്ടിലോട്ട് മാത്രമേ നമുക്ക് പേയ്മെൻറ്റ്സ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രം വീഡിയോ കണ്ടാൽ മതി, ഇല്ലെങ്കിൽ ടൈം വേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ കുറച്ച് പെർമിഷൻസ് എല്ലാം ചോദിക്കും. അതെല്ലാം ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. അലോ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ യൂസ് ചെയ്തുകൊണ്ട് ഇതിൽ സൈൻ ഇൻ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ടിൽ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ നിന്ന് പ്രൊസീഡ് കൊടുക്കുക. അതിന് ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് OTP വെരിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് പെർമിഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് പെർമിഷൻ ഡിലേ ചെയ്യാനും പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പറിലോട്ട് OTP വരും. അതിന് ശേഷം OTP നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അവിടുന്ന് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവും. വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഇൻ്റർഫേസ് ഇതേപോലെ ആയിരിക്കും. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് വെച്ചാൽ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണം. അപ്പോൾ ആ ഒരു ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ആഡ് ബാങ്ക് അക്കൗണ്ടിൻ്റെ അവിടെ കൊടുത്തതിന് ശേഷം നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുക. നിങ്ങൾക്ക് UPI നിങ്ങളുടെ റൂപേ കാർഡൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, വേണ്ടവർ ചെയ്താൽ മതി. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ HDFC ബാങ്ക് ഉണ്ട്, ഫെഡറൽ ബാങ്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ സെർച്ച് ചെയ്തിട്ട് നമ്മുടെ ഫെഡറൽ ബാങ്ക് ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ആഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് നിങ്ങളുടെ ഫോൺ നമ്പർ ഏതാണോ നിങ്ങളുടെ സിം 1 ആണോ 2, ജസ്റ്റ് നിങ്ങളുടെ ബാങ്ക് ലിങ്ക് ആയിട്ടുള്ള ആ ഒരു സിം തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ലോഡാവും. ലോഡായതിനു ശേഷം ആ ഒരു വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഈ ഒരു ആപ്ലിക്കേഷനുമായിട്ട് ലിങ്ക് ആവുന്നതായിരിക്കും. ഇതൊരു ഗൂഗിൾ പേ, ഫോൺ പേ പോലത്തെ ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് മെർച്ചൻറ്റ് പേയ്മെൻറ്റ്സും അല്ലാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ UPI പേയ്മെൻറ്റ്സ് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് യൂസ് ചെയ്യുന്ന കുറച്ച് പേർക്ക് പുതിയ യൂസേഴ്സിന് കിട്ടുന്ന ഒരു ഓഫറാണ്. ഫസ്റ്റ് കുറച്ച് ക്യാഷ് ബാക്ക് ചെറിയൊരു എമൗണ്ട് ലഭിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു MPIN സെറ്റ് ചെയ്യണം. നിങ്ങൾ ജസ്റ്റ് ഒരു 4 ഡിജിറ്റ് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങളുടെ ഇമെയിൽ, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ, ജസ്റ്റ് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരും. ജസ്റ്റ് അതൊന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ ഒരു ആൻസർ കൊടുത്താൽ മതി. അതിനുശേഷം നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു മെയിൽ ID ഒരു OTP വരും. ജസ്റ്റ് നിങ്ങൾ Gmail ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ഒരു OTP ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇമെയിൽ ID ഒന്ന് കൺഫേം ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് വെരിഫൈ ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ഹോം പേജിലോട്ട് വരുന്നതായിരിക്കും. ആ ഒരു MPIN നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ സെറ്റ് ചെയ്യുക. ഓക്കെ, ആ ഒരു OTP ഒക്കെ നിങ്ങൾ കൊടുത്തതിന് ശേഷം നിങ്ങൾ അവിടെ നിന്ന് കൺഫേം കൊടുക്കുക. അതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു MPIN ക്രിയേറ്റ് ആവുന്നതായിരിക്കും. ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു പാസ്വേഡ് മാത്രമാണ് ഈ ഒരു MPIN എന്ന് പറയുന്നത്. ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ഒരു പിന്നിൻ്റെ ആവശ്യമുള്ളൂ. പേയ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ നമ്മുടെ സാധാ പിൻ തന്നെയാണ് വരുന്നത്, UPI പിൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഹോം പേജിലായിട്ട് നിങ്ങൾക്ക് അടിയിലായിട്ട് റിവാർഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെയാണ് ഇതിൻ്റെ ആ റിവാർഡ്സും കാര്യങ്ങളും കാണാനായിട്ട് പറ്റുക. പിന്നെ ഇതിൻ്റെ അകത്ത് റെഫർ ചെയ്യുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ, റെഫർ ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കോയിൻസും കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് റെഡീം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സ്ക്രാച്ച് കാർഡ് കിട്ടുന്ന എമൗണ്ട്സ് ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ബാങ്കിലോട്ട് വരുന്നത്. ഇതിൻ്റെ ഓഫർ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഒരു 4 ഓഫറാണ് നമുക്കിപ്പോൾ ഫസ്റ്റ് പുതിയ യൂസേഴ്സിന് ലഭിക്കുന്നത്. കുറച്ച് നാൾ കഴിയുമ്പോൾ കുറച്ചുകൂടെ ഓഫേഴ്സ് വരും. മാക്സിമം ഈ ഒരു ഓഫറിൽ നിങ്ങൾ മാക്സിമം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് സ്കാൻ ആൻഡ് പേ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് മിനിമം 10 രൂപയാണ്. 10 രൂപേന് മേലെ നിങ്ങൾ പേ ചെയ്യുമ്പോൾ മെർച്ചൻ്റ് അക്കൗണ്ട് ആയിരിക്കണം മസ്റ്റായിട്ട്. മെർച്ചൻ്റ് അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പേ ചെയ്യണം. മെർച്ചൻ്റ് അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ ഷോപ്പിലേക്ക് ചെയ്യുന്ന പേ ചെയ്താലും മതി. ഹോട്ടലിലോ നമ്മുടെ സാധാ എല്ലാ ഷോപ്പിലും വരുന്ന മെർച്ചൻ്റ് അക്കൗണ്ടാണ്. ഇനി നിങ്ങൾക്ക് മെർച്ചൻ്റ് അക്കൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ്, വളരെ സിമ്പിളാണ്. ഇനി പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഗൂഗിൾ പേൻ്റെ ബിസിനസ് ആപ്ലിക്കേഷനൊക്കെ വരുന്നുണ്ട്. ജസ്റ്റ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിൻ്റെ സ്കാനറും കാര്യങ്ങളും നിങ്ങൾക്ക് കൊറിയറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ മെർച്ചൻ്റ് അക്കൗണ്ട് ഇല്ലാത്തവർ ജസ്റ്റ് എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആരെങ്കിലും കോഡ് മെർച്ചൻ്റ് അക്കൗണ്ടിൻ്റെ QR കിട്ടിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്നെങ്കിൽ ഷോപ്പിൽ ചെല്ലുക, അല്ലെങ്കിൽ എന്നെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളിവിടെ നമ്മുടെ സ്വന്തമായിട്ടുള്ള മെർച്ചൻ്റ് അക്കൗണ്ടിൻ്റെ ആ ഒരു QR തന്നെയാണ് ഇവിടെ സ്കാൻ ചെയ്യുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് മെർച്ചൻ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടത്തില്ല. ഈ ഒരു ഓഫർ വരുന്നതെന്ന് വെച്ചാൽ മെർച്ചൻ്റ് അക്കൗണ്ടിലോട്ട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ സ്കാനറിലൂടെ
നിങ്ങൾ മിനിമം 10 രൂപയാണ് 10 രൂപേന് മേലെ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ, അതിപ്പോൾ വലിയ എമൗണ്ട്സ് ആണെങ്കിൽ അതിനനുസരിച്ച് വലിയൊരു ക്യാഷ് ബാക്ക് കിട്ടും. ചിലപ്പോൾ 1000 രൂപയൊക്കെ ഷെയർ ചെയ്തവർക്ക് 5 രൂപ 10 രൂപ 20 രൂപയൊക്കെ ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. നമ്മളിവിടെ 100 രൂപയാണ് ചെയ്യുന്നത്, നമുക്കിവിടെ 3 രൂപയാണ് ഫസ്റ്റ് ക്യാഷ് ബാക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ഭാഗ്യവും അതുപോലെ തന്നെ കൂടുതൽ 3 രൂപയാണ് കിട്ടുന്നത്, എല്ലാവർക്കും തന്നെ 3 രൂപയൊക്കെയാണ് കിട്ടുന്നത്. ചിലർക്ക് 5 രൂപയും 10 രൂപയും 28 രൂപയൊക്കെ കിട്ടിയവരുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 3 രൂപയാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു 4-5 തവണ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് സെയിം മെർച്ചൻ്റ് അക്കൗണ്ടിലോട്ട് നിങ്ങൾക്ക് മാറ്റാനായിട്ട് പറ്റും. ആ ഒരു അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നമ്മളിവിടെ ഒരു പേ ചെയ്തപ്പോൾ തന്നെ 3 രൂപ നമുക്ക് അവിടെ ക്യാഷ് ബാക്ക് കിട്ടിയത് അതിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ ബാറിൽ കാണാൻ പറ്റും. ഈ ഒരു എമൗണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുന്നത്. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ആ ഒരു എമൗണ്ട് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഏകദേശം ഒരു മെർച്ചൻ്റ് അക്കൗണ്ടിൽ തന്നെ ഒരു 4-5 തവണ നിങ്ങൾ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. അത് അടുപ്പിച്ച് ഇതേപോലെ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. കിട്ടുന്ന എമൗണ്ട്സ് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുന്നുണ്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ സാധാരണ നിങ്ങൾ പേയ്മെൻറ്റ്സ് ചെയ്യുന്നതാണ്, റീചാർജ് ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവർ ജസ്റ്റ് ഒന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഷോപ്പുകളിലൊക്കെ ഇപ്പോൾ വല്ല ഫുഡ് കഴിക്കുന്ന ആ ഒരു ഷോപ്പിൻ്റെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ഒന്ന് സ്കാൻ ചെയ്ത് കൊടുത്താൽ മതി. ഇതൊരു 10 രൂപേന് മേലെ നിങ്ങൾ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു 4-5 പേയ്മെൻറ്റ്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ക്യാഷ് ബാക്ക് ഫുള്ള് നിങ്ങൾ റിസീവ് ആയതിനു ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് ദിവസം ഹോൾഡ് ചെയ്തതിനു ശേഷം വീണ്ടും യൂസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടും. ഏകദേശം ഇതിൻ്റെ അകത്ത് 4 ഓഫറുകൾ വരുന്നുണ്ട് ഇപ്പം കറൻ്റ്ലി ആയിട്ട്. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ കുറച്ചുകൂടെ ഓഫേഴ്സ് ആഡ് ആവുന്നതായിരിക്കും. പുതിയ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇനിയും ഓഫറുകൾ വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും ജസ്റ്റ് നിങ്ങൾക്ക് ഡെയിലി ചെക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ ഇതേപോലെ സാധാരണ ഗൂഗിൾ പേ ഒക്കെ യൂസ് ചെയ്യുന്നവർ ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് സ്കാൻ ചെയ്ത് പേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടും. നിങ്ങൾ ഫോൺ റീചാർജ് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. പിന്നെ ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ക്യാഷ് ബാക്ക് കിട്ടുന്ന വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള വീഡിയോസ് എല്ലാം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് വ്യൂ മോർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ക്യാഷ് ബാക്ക് എല്ലാം കാണാനായിട്ട് പറ്റും. നമ്മൾ 4 വട്ടമാണ് പേ ചെയ്തിട്ടുള്ളത്. 4 നമുക്ക് 3 രൂപ വെച്ചിട്ട് 4 ടൈംസാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ലെക്ക് അനുസരിച്ചുള്ള ഒരു എമൗണ്ട് ആണ്. കൂടുതൽ 3 രൂപയാണ് എല്ലാവർക്കും കിട്ടുന്നത്. എന്നാലും ചിലർക്കൊക്കെ 20 രൂപയും 30 രൂപയും 28 രൂപയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇതിൻ്റെ ഓഫേഴ്സിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ബാക്കി ഓഫറുകളും കാണാൻ പറ്റും. ഈ ഒരു സ്കാൻ ആൻഡ് പേൻ്റെ ഓഫർ മാത്രമല്ല ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് റീചാർജ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഒക്കെ ഇതിൻ്റെ അകത്ത് ഏണിങ്സ് കിട്ടുന്നുണ്ട്. അതിൻ്റെ നിങ്ങൾക്ക് 4 ഓഫറുകൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ കറക്റ്റായിട്ട് തന്നെ റീഡ് ചെയ്തതിനു ശേഷം നിങ്ങളത് ഒരു ഓഫർ നിങ്ങൾ ക്ലെയിം ചെയ്യാം. ഇതിൽ ഓരോ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 500 പോയിൻറ്റ്സ് വെച്ചാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് അവിടെ നിന്ന് റെഡീം നൗവിൽ ക്ലിക്ക് ചെയ്തിട്ട് തന്നെ റെഡീം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനേക്കാളും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കിട്ടുന്നത്.